സുജാൻ സാർ, നമ്മൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുക. ഏകദേശം 5 മാസമായി. അപ്പോൾ അതിനിടയ്ക്ക് 100 ദിവസം UK-ലായിരുന്നു അല്ലേ? അതെ 100 ദിവസം തികച്ചു. അപ്പോൾ നമുക്ക് ഈ പതിവ് നമ്മൾ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് UK-ലെ വിശേഷങ്ങൾ ഒന്ന് പറഞ്ഞാലോ? ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തു. UK-ലെ ഈ കുട്ടികൾക്ക്, നവജാത ശിശുക്കൾക്ക് കിട്ടുന്ന പേരിനെ സംബന്ധിച്ച് ഒരു വാർത്ത. ഏറ്റവും പോപ്പുലർ നെയിം, ഏറ്റവും പ്രിയപ്പെട്ട പേര് നോഹ എന്നുള്ള പേരായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഏറ്റവും പോപ്പുലർ നെയിം മുഹമ്മദ് ആണ് UK-ൽ എന്ന് ഒരു അവിടുത്തെ കണക്കാണ്. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതാണ്. അത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ UK-ൽ ഇങ്ങനെ സാറിപ്പോൾ 100 ദിവസം എന്ന് വെച്ചാൽ സാമാന്യം നല്ല ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് UK-ലെ മൊത്തത്തിൽ രാഷ്ട്രീയം, സാമൂഹ്യ അന്തരീക്ഷം ഒക്കെ എങ്ങനെയാണ് സാറിന് ഫീൽ ചെയ്തത്? ഒരു മാധ്യമപ്രവർത്തകൻ കൂടി അവിടെ നിൽക്കുമ്പോൾ ആ ഒരു കണ്ണിൽ നമ്മൾ കാണുമല്ലോ. അതെ, UK സമൂഹത്തിലെ മാറ്റം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നേരിട്ട് പരിശോധിക്കുക എന്നുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ തവണയുള്ള ഓഗസ്റ്റ് 8-ാം തീയതി ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടത്. 100 ദിവസം അവിടെ കഴിഞ്ഞതിന് പുറമേ UK-ലെ പല ഭാഗങ്ങളിലായും 3 തവണ താമസിച്ചിട്ടുണ്ട്. 2014 ആദ്യമായിട്ട് UK-ൽ ഒരു 6 മാസം അവിടെ കഴിയാനുള്ള അവസരം കൈവന്നത്. ഇപ്പോൾ UK-ൽ എൻ്റെ മകനാണുള്ളത്. മകൻ്റെ കുടുംബത്തെ സന്ദർശിക്കുക, മക്കളുമായി സല്ലപിക്കുക, ആ ഒരു കെയർ ഓഫിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ ആദ്യത്തെ 2 സന്ദർശനത്തിലും UK മുഴുവൻ കാണാനാണ് ഞാൻ ചിലവഴിച്ചത്. സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഇംഗ്ലണ്ട് തറവായിട്ട് അവിടുത്തെ ജോഗ്രാഫിക്കൽ സിറ്റുവേഷനും സാമൂഹ്യ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കാനായിരുന്നു ശ്രമിച്ചത്. നമ്മൾ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ജീവിതവും നമ്മളെ ഏകദേശം 2 നൂറ്റാണ്ട് കാലം ഭരിച്ച ഇംഗ്ലീഷുകാരുടെ രീതിയും അവരുടെ ഇന്നത്തെ തലമുറ നമ്മളെയൊക്കെ എങ്ങനെ കാണുന്നു, ഏഷ്യൻസ് ഒരു കാലത്ത് അവരുടെ അടിമകളായിരുന്നു നമ്മൾ എന്ന ഒരു സമീപനം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും അവർ വച്ചു പുലർത്തുന്നുണ്ടോ? അവരുടെ അനന്തര തലമുറയ്ക്കുണ്ടോ? അങ്ങനെയൊന്നും അവിടെ ഇല്ല, പ്രകടമായും ഇല്ല. UK-ൽ നമ്മളെ ചെന്നിറങ്ങുമ്പോൾ ആദ്യം ആകർഷിക്കുന്ന വസ്തുത പരസ്പര ബഹുമാനമാണ്. നമ്മൾ ഒരു വിദേശത്തു നിന്ന് വരുന്ന ഒരാളിന് അവിടുത്തെ എമിഗ്രേഷൻ കൗണ്ടറിലൊക്കെ കിട്ടുന്ന ഒരു സ്വീകാര്യത ഇന്ത്യക്കാർക്ക് മുമ്പൊന്നും കിട്ടിയിട്ടില്ലാത്ത ഒരു സ്വീകാര്യത ഇപ്പോഴുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അതെന്താണ്? ഇന്ത്യൻ പാസ്പോർട്ടും ഇന്ത്യയുടെ മാറ്റവും, ഇന്ത്യ ഒരു അവഗണിക്കാൻ പാടില്ലാത്ത ഒരു രാജ്യമാണെന്ന് ഒക്കെ UK-ലെ സാമാന്യ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വരെ മനസ്സിലാകുന്നു. ഒരു എമർജിങ് കൺട്രിയാണെന്ന് അവർക്കറിയാം, മനസ്സിലാകും. ഒരു ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ ഒരാൾ എന്ന് വരുന്നതെന്നല്ല, ഒരു ഇന്ത്യൻ വരുന്നു. പണ്ട് ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു കൗണ്ടറൊന്നും എമിഗ്രേഷനിലില്ലായിരുന്നു. ഇപ്പോൾ ഇന്ത്യൻസിന് ഇറങ്ങിപ്പോരാനുള്ള പരിശോധന പ്രത്യേക കൗണ്ടർ ഉണ്ട്. മറ്റേത് ഏഷ്യൻസിന് ഒരു കൗണ്ടറായിരുന്നു. ഇപ്പോൾ അതിനകത്ത് പാകിസ്ഥാനും ശ്രീലങ്കയും നേപ്പാളി എല്ലാം. പാകിസ്ഥാൻ ഉണ്ടോ അങ്ങനെ കൗണ്ടർ? ഇല്ല, ഇപ്പോൾ ഏഷ്യൻ കൗണ്ടർ അങ്ങനെ വേറെ ഉണ്ട്. അത് ഇന്ത്യക്ക് വേറെയാണ്, ഇന്ത്യക്ക് സെപ്പറേറ്റ് തന്നു ഉണ്ട്. അതിപ്പോൾ ഈ ലണ്ടനിലെ 3 എയർപോർട്ടിലുമുണ്ട്. ലണ്ടനിലാണ് ഇറങ്ങിയത്. ലണ്ടനിൽ ഹീത്രൂ ഉണ്ട്, ഗാറ്റ്വിക്സ് ഉണ്ട്, ബർമിംഗ്ഹാം ഉണ്ട്. അപ്പോൾ ഈ 3 എയർപോർട്ടിലേക്കും ഇന്ത്യയിൽ നിന്ന് സർവീസുണ്ട്. കൊച്ചിയിൽ നിന്ന് നമുക്ക് ഗാറ്റ്വിക്സിലാണ് ഇറങ്ങുന്നത്, ലണ്ടൻ ഗാറ്റ്വിക്സ്. അവിടേക്കാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉള്ളത്. അതിപ്പോൾ ഈ അടുത്ത കാലത്താണ് കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് ആഴ്ചയിൽ 3 ദിവസമായിരുന്നു, ഇപ്പോൾ അതിലെ ദിവസമായി എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സൗകര്യം ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഒന്നീ ഗൾഫ് വഴിയോ ഇല്ലെങ്കിൽ കൊളംബോ വഴിയോ ഇല്ലെങ്കിൽ ഡൽഹിയിൽ ചെന്നിട്ട് ഡൽഹി ഹീത്രൂ ഇങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ലണ്ടനിൽ ചെന്ന് ഒരു ഏകദേശം 10 മണിക്കൂർ യാത്ര ചെയ്തെത്താം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ മാറിക്കയറുന്നത് കൊണ്ട് ട്രാൻസിറ്റ് അസൗകര്യങ്ങളൊന്നും നേരിടേണ്ടതില്ല. ഫ്ലൈറ്റൊക്കെ പോവാം, ടൈം ഒരുപാട് ലാഭിക്കാം. ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു അന്യതാബോധം തോന്നില്ല. പിന്നെ ഇംഗ്ലീഷുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരോടും താങ്ക് യു, സോറി പറയുന്ന ഒരു രീതിയുണ്ട്. അത് അപ്പം നമുക്ക് ആ മാറ്റമൊക്കെ കാണുമ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരാൾ സഹായിച്ചാൽ പോലും അവൻ്റെ എന്തോ കടമയാണ് എന്ന തരത്തിലാണ്, നീ അത് ചെയ്യേണ്ടവനാണെന്ന് കരുതുന്നു. പക്ഷെ അവർ അങ്ങനെയല്ല, അവർ ആ കാര്യത്തിലൊക്കെ
ക്യൂ നിന്ന് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. ഒരാളിൻ്റെ അന്യനെയും മാനിക്കുക, ദ കൺസേൺ ഫോർ അതർ പീപ്പിൾ, അത് അവരുടെ നിത്യജീവിതത്തിൽ ഓരോ നിമിഷവും പാലിക്കും. അത് അവിടുത്തെ പോലീസിൻ്റെ സമീപനത്തിലുമുണ്ട്. ഇപ്പോൾ അമേരിക്കൻ പോലീസായാലും ഇംഗ്ലീഷ് പോലീസായാലും ഇംഗ്ലണ്ടിലെ പോലീസ് ഭയങ്കര ശക്തമായ, സ്കോട്ട്ലൻഡിയാണോ ഉള്ള സ്ഥലമാണ്, പക്ഷേ അവർ പ്രതിയെ പോലും സാറെന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചാണ് കൊടുക്കേണ്ട ഇടിയൊക്കെ കൊടുക്കുന്നത്. സാറെന്ന് വിളിച്ചിട്ട് അപ്പോൾ കർശനമാണ്, പക്ഷേ ബഹുമാനമുണ്ട്. അപ്പോൾ ഈ തരത്തിലാണ് അവിടുത്തെ ഒരു രീതി. അത് നമ്മളെ ആദ്യം ആകർഷിക്കുന്ന ഒരു വശം അതാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഒരു ടാക്സിയിലായാലും അല്ലെങ്കിൽ സ്വന്തം ഇല്ലേ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ കാറിലോ ഒക്കെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ നിത്യം ഈ പത്രങ്ങളോ വാരികകളോ ഇതൊന്നും അങ്ങനെ വായിക്കാനൊന്നും കിട്ടില്ല. അവിടെ പത്രം നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ രാവിലെ വലിച്ചെറിഞ്ഞ് കിട്ടുന്ന പത്രാനുഭവങ്ങളൊന്നും, പത്ര വിതരണ രീതിയൊന്നുമില്ല. അവിടെ ഷോപ്പിംഗ് മാളുകളിൽ പത്രം അടുക്കി ഒരിടത്ത് വെച്ചിട്ടുണ്ടാവും. അവിടുന്ന് ആവശ്യമുള്ളത് പത്രം വായിക്കുന്നവരെ ഞാൻ അവിടെ ശ്രദ്ധിച്ചു, എല്ലാം വൃദ്ധരായ ആളുകളാണ് പത്രം വായിക്കുന്നത്. ചെറുപ്പക്കാരും അവരെല്ലാം ഈ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ പത്രങ്ങൾക്ക് വയസ്സാവുകയാണല്ലേ? പത്രങ്ങൾക്ക് വയസ്സായി, പത്രങ്ങൾ മരിക്കുകയും ചെയ്യും വളരെ പെട്ടെന്ന്. അച്ചടി പത്രങ്ങൾ മരിക്കും. ഓൺലൈൻ പത്രങ്ങളൊക്കെ നിലനിൽക്കും, എൻ്റെ മോഡ് മാറും. അതിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അവിടെ ഇപ്പോൾ മാഞ്ചസ്റ്റർ ഗാർഡിയൻ പത്രമൊക്കെ ഓൺലൈനിലായി. ടൈമൊക്കെ പേരിലുണ്ട്, എങ്കിലും അതിൻ്റെ ഓൺലൈൻ വേർഷനും ചെറുപ്പക്കാരൊക്കെ അവിടെ ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് കൂടുതലും കാണുന്നത്. രാഷ്ട്രീയം നോക്കിയിട്ട് എങ്ങനെയുണ്ട് അവിടെ? ഒരു രാഷ്ട്രീയ മാറ്റം വന്നു കഴിഞ്ഞ് ഏതാനും ആഴ്ച കഴിഞ്ഞാണ് ഞാൻ എത്തുന്നത്. ഋഷി സുനാക്കിനെ മാറ്റി ലേബർ പാർട്ടിയുടെ സ്റ്റാമർ വന്നു. കെയർ സ്റ്റാമർ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയാണല്ലോ. അപ്പോൾ അദ്ദേഹം വന്നപ്പം ലേബർ പാർട്ടി വരുമ്പം പോളിസിയിൽ ചില മാറ്റങ്ങൾ വരും. അപ്പോൾ അവിടെ ആ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞു പെട്ടെന്ന് ആ സൊസൈറ്റിയിൽ വിങ്ങി നിന്ന ഒരു വിഷമമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി അവർ പിന്നെ നയങ്ങളിൽ ഒരു പിടിമുറുക്കം വരുത്താൻ നിർബന്ധിതമായി. കാരണം എല്ലാ റെഫ്യൂജീസിനും അവിടുന്ന് റൊമേനിയയിൽ നിന്നും അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ ചില കലാപ പ്രദേശങ്ങളിൽ നിന്ന് റെഫ്യൂജീസ് അഭയാർത്ഥികൾ വരുമായിരുന്നു അവിടെ. ഈ അഭയാർത്ഥികളെ അവർക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. അത് ഒരു ബ്രിട്ടീഷ് നയമായിരുന്നു. കാരണം ചീപ്പ് ലേബർ കിട്ടും, അവർ കൗശലമായിരുന്നു. ചീപ്പ് ലേബർ കിട്ടും ഈ അഭയാർത്ഥികളെ, അതുകൊണ്ട് അവർ സ്വാഗതം ചെയ്യും. ഇത് ഇപ്പോഴവർക്കൊരു വലിയ ബാധ്യതയായി. ഇങ്ങനെ വന്നവർക്കെല്ലാം പൗരത്വം കൊടുത്തു. വന്നവർ 5 വർഷം അവിടെ കഴിയുമ്പോൾ അവർക്ക് PR കിട്ടി, പൗരന്മാരായി. അവർ ബ്രിട്ടീഷ് സിറ്റിസന്മാരുടെ സൗകര്യങ്ങളെല്ലാം ആനുകൂല്യങ്ങളെല്ലാം അനുഭവിക്കാൻ ഉള്ള യോഗ്യതയുമായി. അത് ലഭിച്ചേ തീരൂ, അത് നിയമമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എന്ത് പറ്റി? ഈ വന്നവരുടെ കൾച്ചറും നേറ്റീവ്സിൻ്റെ കൾച്ചറും തമ്മിലൊരു ഫ്രിക്ഷനുണ്ടായി. അപ്പോൾ വന്നവർ ഈ ബ്രിട്ടീഷുകാർ വളരെ സൈലൻ്റാണ്. അവർക്ക് ശബ്ദവും ബഹളവും ഈ ദൈനംദിന ജീവിതത്തിൻ്റെ ബഹളങ്ങളൊന്നും അവർക്ക് ഇഷ്ടമല്ല. ഒരു കോഫി ഷോപ്പിൽ പോയിരുന്നാൽ പോലും അവർ വളരെ ശാന്തമായി മൈൽഡായിട്ടേ സംസാരിക്കും. ഒച്ചയിൽ സംസാരിക്കുന്നത് പോലും അവർ അലോസരമായിട്ട് ഒരു ഒഫൻസായിട്ട് എടുക്കും. ഒരു കാറിൻ്റെ ഹോൺ പോലും അവിടെ ഹോൺ കേട്ടാൽ അവിടെ ഒരു അപകടം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അങ്ങനെ ഹോൺ അടിക്കേണ്ട സാഹചര്യങ്ങളൊന്നും വരുന്നില്ല. ഏറെക്കുറെ നല്ല റോഡുകളാണ്, മോട്ടോർ വേയും സബ്വേയും എല്ലാം. അപ്പോൾ അധികം എതിരെ വണ്ടികളൊന്നും വരത്തില്ല, പിറകെയാണ്, വേറെ ചാനലാണ് എതിരെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള റോഡ് സംവിധാനമായതുകൊണ്ട് കൂട്ടിയിടിയില്ല. ബാക്കിൽ ഈ മഞ്ഞുകാലത്തൊക്കെ ചിലപ്പോൾ ബാക്കിൽ ചെന്നിടിക്കും റോഡ് സ്ലിപ്പറിയായ. അപ്പോൾ താരതമ്യേന അപകടങ്ങൾ കുറഞ്ഞ, റോഡ് അപകടങ്ങൾ വളരെ കുറഞ്ഞ ഒരു ഗതാഗത സംവിധാനം. ഈ ഡെമോഗ്രാഫിയിൽ വന്ന ഈ മാറ്റം അവിടുത്തെ നേറ്റീവ്സ് ഈ അഭയാർത്ഥികളായി വന്നവരുടെ ജീവിതശൈലി അവർ പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് കൂട്ടത്തോടെ ആളുകൾ മാറിപ്പോകുന്നു. അവർ സ്വന്തം പ്രോപ്പർട്ടി വിറ്റിട്ട് പോകാൻ നിർബന്ധിതമാകുന്നു. അങ്ങനെ അവരെ ഞെരുക്കി ഇത് വാങ്ങാനുള്ള കൗശലത്തോടെ ആളുകൾ മനഃപൂർവ്വം ശ്രമിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ നിലവിൽ ബ്രിട്ടനിലെ 17 നഗരസഭകൾ ഭരിക്കുന്നത്
പിന്നെ മുസ്ലിം മേയർമാരാണ്, ലണ്ടൻ മേയർ അടക്കം. അപ്പോൾ അത് ലേബർ പാർട്ടി ഈ അഭയാർത്ഥികളായി വന്നവരെ അവർ കൂടുതൽ ഉൾക്കൊണ്ടു. അപ്പോൾ ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി അഥവാ ടോറി പാർട്ടി എന്ന് പറയുന്നതായിരുന്നു ഈ ഋഷി സുനാക്കിൻ്റെയൊക്കെ പാർട്ടി. അവരെ പരാജയപ്പെടുത്താൻ ഇവർ ഈ അഭയാർത്ഥികളുടെ പിന്തുണയാണ് നേടിയത്. ലേബർ പാർട്ടിയിലെ ഈ വന്നു കയറുന്ന ആളുകൾ, ഈ തലമുറ പൗരന്മാർ മുഴുവനും ഒരു 90% ലേബർ പാർട്ടിയിലാണ്. അവർ 90% അല്ല, 100% മുസ്ലിംസാണ്. പിന്നെ ഏഷ്യയിൽ നിന്നാണെങ്കിൽ പാകിസ്ഥാനിൽ ഒക്കെ എത്തുന്ന, പിന്നെ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മുസ്ലിംസ്, ഇവരെല്ലാം ആ സമൂഹത്തിൽ ഒരു അസ്വസ്ഥത, ഒരു നിശബ്ദമായ അസ്വസ്ഥത അവിടുത്തെ നേറ്റീവ്സിൽ ഒരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് അതിൻ്റെ ഒരു ബഹിർസ്ഫുരണം എന്ന നിലയിൽ ഈ ആളുകളുടെ സ്കിൻ കളർ നോക്കിയിട്ട് ആക്രമിക്കുന്ന സ്വഭാവമുണ്ട്. അത് ഇന്ത്യക്കാരായ ആളുകൾക്ക് ചില അങ്കലാപ്പും ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം സ്കിൻ നോക്കിയിട്ട് അടി കൊടുത്താൽ ബ്രൗൺ സ്കിൻകാർക്കും ബ്രൗണും ബ്ലാക്കും ഒന്നും താരതമ്യപ്പെടുത്തുക, അടി കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭീതി ആ അല്ല, ഈ പറഞ്ഞ ഈ അഭയാർത്ഥികളായി വന്ന് പൗരന്മാരായി മാറി ബ്രിട്ടനെ പതുക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ജനസമൂഹത്തെ ചെറുക്കാനുള്ള ശേഷി ഇപ്പോൾ ബ്രിട്ടീഷ് നേറ്റീവ്സിനുണ്ടോ? ഇല്ല. ബ്രിട്ടനിൽ ഏറ്റവും വലിയൊരു പ്രശ്നം അവിടെ ജനങ്ങൾ വളരെ കുറവാണ്. 6.5 കോടി ജനങ്ങളേ ഉള്ളൂ ബ്രിട്ടനിൽ. അപ്പോൾ ഈ 6.5 കോടി ജനങ്ങൾ ഇപ്പോൾ അഭയാർത്ഥികളെല്ലാം കൂടെ വന്ന ഒരു മാക്സിമം 7 കോടിയേ ഉണ്ടാവും. പക്ഷേ അവിടുത്തെ നേറ്റീവ്സിൻ്റെ ജനസംഖ്യ വളരെ കുറയുകയും വരുന്നവർ കൂടുകയും ചെയ്യുകയാണ്. അങ്ങനെ അവിടുത്തെ ഡെമോഗ്രഫിയിൽ ഒരു വലിയ ഇംബാലൻസ് വരാം. അത് അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകാം. അനധിവിദൂര ഭാവിയിൽ UK, ബ്രിട്ടൻ ഒരു മുസ്ലിം രാജ്യമായിട്ട് മാറും. അങ്ങനെ പറഞ്ഞുകൂടെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ പിന്നെ രാജ്യമായി മാറുമ്പോൾ ഭരണകൂടവും അതനുസരിച്ച് മാറും. അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകിച്ച് ലേബർ പാർട്ടി. ഇപ്പോൾ ലേബർ പാർട്ടിയൊക്കെ അതനുസരിച്ച് നയം മാറ്റുകയും ഒക്കെ ചെയ്യുകയാണെങ്കിലും ഇവർക്ക് ഇവരുടേതായ ഒരു പാർട്ടി ഉണ്ടാക്കാമല്ലോ. അവരുടെ പൗരത്വം കളയാനും പറ്റില്ല ഒരു കാരണവശാലും. അവിടുത്തെ നിലവിലെ നിയമം അനുസരിച്ച് നിയമം മാറണം. നിയമം മാറാനൊന്നും അത്ര എളുപ്പമല്ല. കാരണം അവരുടെ പാർലമെൻറ്റിലുമൊക്കെ അവർക്ക് നല്ല ശക്തിയായി. പിന്നെ മാത്രമല്ല, അവിടെ ഈ സ്കോട്ട്ലൻഡും അയർലൻഡും ഇംഗ്ലണ്ടും എല്ലാം രാജാവിൻ്റെ കീഴിലാണെങ്കിലും റോയൽറ്റി അംഗീകരിക്കുന്നു എങ്കിലും അവർക്കെല്ലാം പ്രത്യേക പാർലമെൻറ്റും ഉണ്ട്. വേറെ രാജ്യങ്ങളാണ്. നിയമനിർമ്മാണം അയർലൻഡും സ്കോട്ട്ലൻഡും ഫലത്തിൽ വേണമെങ്കിൽ വേറെ രാജ്യങ്ങൾ പോലെയാണ്. നോർത്ത് അയർലൻഡേ ഉള്ളൂ ഇപ്പോൾ. മറ്റേത് ഐറിഷ് റിപ്പബ്ലിക്. അപ്പം നോർത്ത് അയർലൻഡും സ്കോട്ട്ലൻഡിലും പ്രത്യേക പാർലമെൻറ്റ് ഉണ്ട്. അവർ പാർലമെൻറ്റ് നയങ്ങൾ ഉണ്ടാക്കുന്നു, നിയമനിർമ്മാണം നടത്തുന്നു. അവിടുത്തെ പ്രാദേശിക ഭരണത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അവരാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇംഗ്ലണ്ട് എന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു അംബ്രല്ല, അതിൻ്റെ കീഴിൽ നിൽക്കുന്നു. UK എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതാണിപ്പോൾ അവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനും സോഷ്യൽ സിറ്റുവേഷനും. പിന്നെ ഇത് പലതും നമ്മുടെ ഇന്ത്യയുമായി നോക്കുമ്പോൾ ശരിയാണ്. പശ്ചിമ ബംഗാളിൽ സംഭവിക്കുന്നത്, ജാർഖണ്ഡിൽ സംഭവിക്കുന്നത്, ആസാമിൽ സംഭവിച്ചു കൊണ്ടിരുന്നത്. ആസാമിലിപ്പോൾ ഹിമന്ത വിശ്വം വന്നപ്പോൾ അതിനെ ചെറുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ പാൻ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ആഗോളതലത്തിലുള്ളവരുടെ ഒരു പോളിസിയാണ്. അതിൻ്റെ ഒരു നിശബ്ദമായ നിഴലാണ് വളരെ വിജയകരമായി ഇംഗ്ലണ്ടിൽ നടപ്പാക്കി കഴിഞ്ഞത്. ഈ ബ്രിട്ടീഷ് രാജ്ഞിയും ബൈബിൾ തൊട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത്. അതൊക്കെ എത്ര കാലം ഉണ്ടാവും അല്ലേ? ഒന്നും പറഞ്ഞുകൂടാ. പക്ഷേ വെസ്റ്റ് മിനിസ്റ്റർ ആബൈ അവിടെ ഒരു ശക്തിയാണ്, അവിടുത്തെ ക്രിസ്ത്യൻ ലോബി. പണ്ട് അത് ഒരു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ രാജ്യമാണല്ലോ. ഒരു ഒഫീഷ്യൽ റിലീജിയൻ ക്രിസ്ത്യാനിറ്റിയാണ്. അതെ, അത് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനിറ്റിയാണ്. ലാറ്റിൻ കാത്തലിക്സ് തന്നെയാണല്ലോ, പ്രൊട്ടസ്റ്റന്റ് ആണ്. മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ അവര് റോമിനെ അല്ലല്ലോ. അതെ, മാർട്ടിൻ ലൂതർ ഉണ്ടാക്കിയ ഒരു പുരോഗമന പ്രസ്ഥാനം പറയാൻ വേണമെങ്കിൽ 18ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് പാർലമെന്റിൽ അംഗത്വമുണ്ട്. പാർലമെന്റിൽ ലോബിയിങ്ങിൽ അവരൊരു ശക്തിയാണ്. പക്ഷേ അമേരിക്കയിലെ പോലെയുള്ള ഒരു തന്ത്രപരമായ സ്വാധീനം ഒന്നും ചർച്ചിന് ഇപ്പോൾ അവിടെ ഇല്ല. കാരണം ജനങ്ങൾ ചർച്ചിനെ ആശ്രയിക്കുന്ന ഒരു 30% ഉള്ളൂ. അതെ, ചർച്ചുകൾ പലതും ഒഴിവാക്കപ്പെടുന്നു, വിൽക്കപ്പെടുന്നു, മാളുകളാകുന്നു, റെസ്റ്റോറൻറ്റുകളാകുന്നു. മലയാളികൾ പോയി ചർച്ച് വാങ്ങി നിലനിർത്തി നടത്തുന്നുണ്ട്, പള്ളിയായിട്ട് നടത്തുന്നുണ്ട്. ഇവിടെ കേരളത്തിലെ ഓർത്തഡോക്സ് സഭ ഒരു ചർച്ച് 2 കൊല്ലം വാങ്ങി അതിനെ റെനോവേറ്റ് ചെയ്ത്
അപ്പോൾ അത് അവിടുത്തെ ഹോളി മാസും പിന്നെ അവിടെ സൺഡേ ആരാധന പരിപാടികളെല്ലാം നടത്തുന്നത് മലയാളികളാണ്. അത് ശരി. ഇവിടുന്ന് അച്ഛന്മാരും ഒക്കെ അവിടെ ധാരാളം. ഈ നമ്മുടെ അഷ്ടമിച്ചിറ എന്ന് പറയുന്ന തൃശ്ശൂരിലെ അവിടുന്ന് ഒരുപാട് വൈദികന്മാർ ഇംഗ്ലണ്ടിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കന്യാസ്ത്രീകളെയും വൈദികരെയും കിട്ടാൻ പ്രയാസം. അപ്പോൾ അങ്ങനെ ഈ ചർച്ചകൾ പലതും നിലനിർത്തുന്നത് അന്യദേശത്തു നിന്ന് അവിടെ കുടിയേറിയ ആളുകൾ വഴിയാണ്. അങ്ങനെ ഒരു വിശ്വാസപരമായ ഒരു പ്രശ്നവും അവിടെ നേരിടുന്നുണ്ട്. പിന്നെ സ്റ്റാമർ ഗവൺമെൻറ് ലേബർ പാർട്ടി വന്നപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ടാക്സ് എല്ലാം കൂടി. അപ്പോൾ പിന്നെ വാറ്റ് ഏർപ്പെടുത്തി. സാധനങ്ങൾക്കെല്ലാം ഒരു ദിവസം കൊണ്ട്, ഞാൻ പോരുന്നതിന് ഒരു 3 ആഴ്ച മുമ്പാണ് വില കൂടി. എല്ലാ സാധനത്തിനും ഒരു 20%, 28% ഒക്കെ വില കൂടി. അപ്പോൾ അത് ജനങ്ങൾ ആ പ്രഖ്യാപനം വന്ന് പിറ്റേന്ന് തന്നെ പ്രതിഫലിക്കുകയാണ്. അപ്പോൾ മാളിലൊക്കെ വച്ചിരിക്കുന്ന എല്ലാ ഐറ്റത്തിൻ്റെയും സ്റ്റിക്കർ അവർ മാറ്റി ഒട്ടിച്ചുകൊണ്ടിരിക്കുക, ഈ വിലയും കൂടെ ചേർത്ത്. അപ്പോൾ ആ ഒരവസ്ഥ വന്നു. പിന്നെ ഇൻകം ടാക്സ് 50%. പിന്നെ അവിടുന്ന് ഇംഗ്ലണ്ടിൽ ജോലി ചെയ്ത് വാങ്ങുന്ന ഒരാളിന് കയ്യിൽ വാങ്ങാൻ കിട്ടുന്നത് അയാളുടെ ടോട്ടൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സാലറിയുടെ പകുതിയാണ്. 10,000 രൂപ ഉണ്ടെങ്കിൽ 5,000 രൂപ കൈ കിട്ടും. പക്ഷേ പേ സ്ലിപ്പിൽ 10,000 ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അവസ്ഥ ജോലി തേടി പോകുന്നവരെല്ലാം ഒന്ന് വിഷമിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ ഒരു ടാക്സ് സിസ്റ്റം വേറെ മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ എത്തിപ്പെടുന്ന വേറൊരു രാജ്യത്തുമില്ല. അപ്പം അത് കാലക്രമത്തിൽ ഇംഗ്ലണ്ടിലേക്കുള്ള പോക്കിൽ ആളുകളൊരു പുനർചിന്തനം നടത്താൻ കാരണമാകും. പക്ഷേ തൊഴിലവസരങ്ങളുണ്ട്. ജനസംഖ്യ വളരെ കുറവാണെന്ന് പറഞ്ഞതൊന്നുമില്ല. അപ്പോൾ എല്ലാ മേഖലയിലേക്കും IT, ആരോഗ്യരംഗം, നഴ്സന്മാർ, ഡോക്ടർമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഇതിനൊക്കെ ഇഷ്ടംപോലെ ആളുകളെ അവിടെ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്മീഡിയറ്റ് തൊഴിൽ സാധ്യത ഈ ട്രക്കുകൾ ഓടിക്കാൻ ആളില്ല അവിടെ. ഈ ഗുഡ്സ് നീക്കണമല്ലോ. അപ്പോൾ ഈ കോവിഡ് അനന്തര കാലത്ത് പെട്ടെന്ന് ഇംഗ്ലണ്ടിൽ വന്ന ഒരു വലിയ ക്ഷാമം ഡ്രൈവർമാരുടെ അത് യൂറോപ്പിൽ മുഴുവനുണ്ട്. അപ്പോൾ വലിയ കണ്ടെയ്നറുകൾ, ട്രക്കുകൾ ഓടിക്കാൻ അത് അവിടുത്തെ ഡ്രൈവർമാർക്ക് കർശനമായ നിയമവിധേയമായിട്ട് 4 മണിക്കൂർ ജോലി ചെയ്യാൻ പാടുള്ളൂ. തുടർച്ചയായിട്ട് 4 മണിക്കൂർ തുടർച്ചയായിട്ട് ജോലി ചെയ്ത ഒരാൾ 1 മിനിറ്റ് കൂടെ ജോലി ചെയ്താൽ അവന് ശിക്ഷ കിട്ടും. അപ്പം പിന്നെ അയാൾ വിശ്രമിച്ചുകൊള്ളണം. വിശ്രമിച്ചിട്ട് അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്യണം ജോലി. അപ്പോൾ അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന കേപ്പബിളായിട്ടുള്ള ഹെവി ലൈസൻസൊക്കെ ഉള്ള ഡ്രൈവേഴ്സിന് ഒരുപാട് അവസരമുണ്ട്. ഭയങ്കര പേയ്മെൻറ്റുമാണ് ഡ്രൈവേഴ്സിനൂടെ. അതെ. അപ്പോൾ ഏതായാലും നമ്മുടെ ഈ എപ്പിസോഡ് കാണുന്ന ആളുകൾ ഡ്രൈവർമാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. യുകെയിൽ പോകുന്നുണ്ട്. ഈ സാധ്യത മനസ്സിലാക്കി കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചിയിലുള്ള ഒരാൾ, അദ്ദേഹം നമ്മുടെ ഈ എക്സൈസ് കമ്മീഷണർ ഓഫീസിലെ ഒരു സീനിയർ ലെവൽ ഓഫീസറായിരുന്നു. റിട്ടയർ ചെയ്തിട്ട് പുള്ളിക്ക് പിന്നെ ഈ വണ്ടി ഓടിക്കുന്നതിൽ ക്രൈസുള്ള ആളാണ്. പുള്ളി ബാംഗ്ലൂരിൽ പോയി ഈ ട്രെയിലറൊക്കെ ഓടിക്കാൻ ഒരു ലൈസൻസും ഒക്കെ എടുത്തു. പുള്ളി പോയി ഇപ്പോൾ UK. ഇപ്പോൾ പുള്ളി ആംസ്റ്റർഡാമിലുണ്ട്. ട്രക്ക് ഓടിക്കലാണ് പുള്ളിക്ക്. അവിടുത്തെ ട്രക്കുകളൊക്കെ എന്ന് വെച്ചാൽ കുറച്ചുകൂടി ആധുനിക ട്രക്കുകളാണ്. ആധുനിക ട്രക്കാണ് ഓടിക്കാൻ. കാർ ഓടിക്കുന്നതിനേക്കാളും ഈസിയായിട്ട് ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ റോഡും നല്ല റോഡാണ്, ഡീസൻറ്റ് റോഡാണല്ലോ. അപ്പോൾ നീറ്റ് റോഡാണ്, ഡ്രൈവിങ് ഈസിയാണ്. ഏതായാലും നമ്മുടെ UK വിശേഷങ്ങൾ നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കൾച്ചറൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ UK വിശേഷങ്ങൾ കൂടി പറയാം, ചേർക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.